ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ല ലാലേട്ടാ, ഈ ആര്യനും അക്ബറിനും ഒക്കെ എന്താ ഇത്ര പ്രത്യേകത? ആര്യന്, അക്ബർ, നിവിന്, ഇവർക്ക് മൂന്ന് പേർക്കും ഒരുപാട് പ്രത്യേകതയാണല്ലോ ആ ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിലും ബിഗ് ബോസ് ഒക്കെ കൊടുക്കുന്നത് കാണാറുള്ളത്. സ്ഥിരമായിട്ട് ഈ 76ാമത്തെ ദിവസവും നമ്മൾ ഈ ഇത്രയും എപ്പിസോഡ് 12ാമത്തെ വീക്കിലെ എപ്പിസോഡ് കണ്ടപ്പോഴും നമുക്ക് തോന്നുന്നതാണ്, ഈ മൂന്ന് പേരെ ആണ് ഭയങ്കരമായിട്ട് ഫേവർ ചെയ്ത് സംസാരിക്കുന്നത്. അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ മുഖം കറുപ്പിച്ച് പറയുന്നില്ല. മറ്റുള്ളവരെ ഇന്ന് കണ്ടില്ലേ, അനുമോളെ, അനീഷിനെ, അനുമോളോടൊക്കെ സംസാരിച്ചത് അനുമോൾ എന്താ പറയുന്ന ഭാഷ എന്താണ് ലാലേട്ടന് മനസ്സിലാവുന്നേ? ഹൗസ് മേറ്റ്സിനെ മനസ്സിലായില്ലെങ്കിൽ അത് പറയും. ലാലേട്ടനെ പേടിച്ചിട്ടാണ് അനുമോൾക്ക് സംസാരിക്കാൻ തന്നെ പേടി. അന്ന് ലാലേട്ടനെ ഭീഷണിപ്പെടുത്തി നാണമുണ്ടോ മറ്റേതോ മറിച്ചതൊക്കെ ചോദിച്ചതിന് ശേഷം അനുമോൾക്ക് ലാലേട്ടനോട് സംസാരിക്കാൻ തന്നൊരു ഭയമാണ്. അപ്പോൾ അങ്ങനെ അത് ലാലേട്ടനെ കൃത്യമായിട്ട് അറിയില്ല. ലാലേട്ടൻ പിന്നെ എത്രയോ ആൾക്കാരെ എത്രയോ ജനങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാരോട് അഭിനയിച്ചൊരു വ്യക്തിക്ക് ഒരാളുടെ മാനസികാവസ്ഥ, ഒരാളുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാവില്ല. എന്തിനാണ് ഇങ്ങനെ അനുമോളെ? എനിക്ക് തോന്നി ഒരുമാതിരി റാഗിങ് പോലാണ് ലാലേട്ടൻ അനുമോളോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അനീഷിനോടും അല്ലമാതിരി അവരോട് സംസാരിക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ മുഖം തന്നെ വേറൊരു രീതിയിലാണ്, ഭയങ്കര ദേഷ്യം. പക്ഷേ ആര്യനോടോ അക്ബറിനോടോ നെവിനോടോ സംസാരിക്കുമ്പോൾ ലാലേട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് സംസാരിക്കുന്നു. അല്ല, എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്, പ്രേക്ഷകരുടെ പിന്തുണ ഇവർക്കൊക്കെ കൂടുതലുണ്ടെന്ന് കണ്ടിട്ടാണോ ലാലേട്ടൻ ഇത്രയും വിഷമം? പിന്നെ എന്നിട്ട് പറയുന്നിട്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അർഹതപ്പെട്ട ഒരു സെക്കൻഡ് വീക്ക് ടാസ്കിൽ വിജയിച്ച ഒരാൾ ചോദിച്ചു, അർഹതപ്പെട്ട നല്ലോണം കളിക്കുന്ന ആൾക്കാർ ഔട്ടായി പോകുന്നുണ്ടോ ഇല്ലെന്ന്. ഈ നല്ലവണ്ണം എന്ന് പറഞ്ഞ് കളിക്കുന്ന ആൾക്കാരുടെ നെഗറ്റീവ് പുറത്തു വരുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഇവരൊക്കെ അവിടെ നിൽക്കും. ഈ പിന്നെ പ്രമുഖരായിട്ടുള്ള നല്ലോണം കളിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ അപ്പാനി ആണ് ഉദ്ദേശിച്ചത്. അപ്പാനി, ബിൻസി, പിന്നെ RJ ബിൻസി, ഇവരെ എന്ത് കളിയാണ് അപ്പാനി അവിടെ കളിച്ചത്? ഗ്രൂപ്പ് കളിച്ചിട്ട് അനുമോളുടെ പുറകെ നടന്ന് അനുമോളെ ബുദ്ധിമുട്ടിച്ച് ഡിസ്റ്റർബ് ചെയ്ത് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്ത്, അതുപോലെ തന്നെ അനീഷിനെ. ഇതാണോ കളി? ഇത് പ്രേക്ഷകന് ഇഷ്ടപ്പെടുമോ? നമ്മളൊരു റിയാലിറ്റി ഷോയാണ് ഇത്. ഗെയിം കളിക്കാൻ അഭിനയം മാത്രമല്ല, ഇവിടെ റിയൽ ലൈഫും കൂടിയുണ്ട്. കുറച്ചൊക്കെ നമ്മൾ ജെനുവിൻ ആവണം. ഫുള്ള് ഫേക്ക് ആവുമല്ല ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ജെനുവിൻ ആവുന്നത് മാന്യമായിട്ടുള്ള ഭാഷയിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമ്പോൾ അത് മാന്യത അല്ലെങ്കിൽ പ്രേക്ഷകരെ എടുത്ത് പുറത്ത് കളയും. അത് സ്വാഭാവികം മാത്രം. എത്ര PR വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും പ്രേക്ഷകരുടെ വോട്ടില്ലാതെ ഇവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. PR വർക്ക്, ഇപ്പോൾ അനുമോൾ PR വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ PR വർക്ക് എന്ന് പറഞ്ഞാൽ അവരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് PR വർക്ക് കൊടുത്തിട്ടുണ്ടാവാം. അപ്പം കഴിഞ്ഞ സീസണുകളിൽ പറയുന്ന എല്ലാവരും അവരൊക്കെ PR വർക്ക് കൊടുത്തിട്ടുള്ള പല ആൾക്കാരും ഉണ്ടെന്ന് പറയുന്നു. PR വർക്ക് അവരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. PR വർക്ക് കൊടുത്തവർ മാത്രമാണോ ജയിച്ചിരിക്കുന്നത്? PR വർക്ക് കൊടുക്കാത്തവർ ജയിച്ചിട്ടില്ലേ? അഖിൽമാരർ PR വർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കോമണറായിട്ട് ബിഗ് ബോസിലേക്ക് കയറി അനീഷ് PR വർക്ക് കൊടുത്തിട്ടില്ല. അയാളുടെ ഇൻസ്റ്റാഗ്രാമിൽ അയാൾ പോകുന്നതിന് മുമ്പിട്ട പിന്നെ പിക്സ് മാത്രമാണ് കിടക്കുന്നത്. അയാൾ പോകുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും അതുപോലെ തന്നെ അയാളുടെ യൂട്യൂബിലും. അപ്പോൾ അയാൾക്ക് അതിനകത്ത് PR വർക്കോ കാര്യങ്ങളോ ഇല്ലല്ലോ. പിന്നെ അയാളെ ഇഷ്ടപ്പെട്ട് ആർമിയും ഫാൻ പേജും ഒക്കെ കൂടിയ ആൾക്കാരായിരിക്കും ഉള്ളത്. അപ്പോൾ ഇതേ കണക്കുള്ള ആൾക്കാർ അല്ലെങ്കിൽ PR വർക്ക് ചെയ്തു എന്ന് വെച്ചാലും എന്തായാലും ജനസപ്പോർട്ടുള്ള ആൾക്കാർ, ജനസപ്പോർട്ടെന്ന് കാണുമ്പോൾ അവരെ വളരെ മോശമായിട്ട് പറയുന്നത് മോശമായ പ്രവണതയാണ് ലാലേട്ട. നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും കൊണ്ട് എനിക്ക് തോന്നിപ്പോന്ന, ഞാനത് പറയാതിരിക്കാനും വയ്യ, പറയാതിരിക്കാനും പറ്റാന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടല്ലോ. ഞാനൊക്കെ എല്ലാവരുടെയും മുഖത്ത് നോക്കി, അതിനിപ്പോൾ ദൈവം തമ്പുരാനാലും മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അനുമോൾ അവിടെ ഭയങ്കരമായിട്ട് എന്താ പറയണമെന്ന് അറിയാൻ വയ്യ. താരൻ്റെ ഒരു ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് സംസാരിക്കാത്തത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. അനുമോളോട് ആര്യനെക്കുറിച്ച് പറയുമ്പോൾ അനുമോൾ അവിടെ എന്ത് പറയണം? കാരണം അനുമോൾ പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ലേ? അനുമോൾ പറഞ്ഞാൽ അവന് ക്യാപ്റ്റൻസിയെക്കാട്ട് ഉപരിയായിട്ട് അവന് ഇമ്മ്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അത് മനസ്സിലാവാതിരിക്കാൻ എന്താ? മലയാളത്തിലല്ലേ അനുമോൾ പറഞ്ഞത്? അനുമോൾ വേറെ ഏതെങ്കിലും ഉഗാണ്ട ഭാഷയിലാണോ പറഞ്ഞത്? മലയാളത്തിൽ തന്നെയല്ലേ അവൾ പറഞ്ഞത്. ഒരു വാക്ക് അതിൻ്റെ ആര്യന് ക്യാപ്റ്റൻസിയെക്കാട്ടി പ്രധാനമായിട്ട് ക്യാപ്റ്റൻസി എന്നതിലുപരി ഹൗസ് ക്യാപ്റ്റൻ ആവുക എന്നതിലുപരി അവർക്ക് ഇമ്മ്യൂണിറ്റിയാണ് പ്രധാനം. നോമിനേഷനിൽ വരരുത്. കറക്റ്റാണ്. അത് പറയാനും എത്ര പ്രാവശ്യം ഉൾട്ട അടുപ്പിച്ച്. അതെന്താണ് അനുമോളെ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ പറയുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല, ഹൗസിലുള്ള ആൾക്കാർക്ക് എന്താണ് മനസ്സിലാവുന്നത്? അനീഷ് പറഞ്ഞ് ചില സമയത്ത് എനിക്കും അനുമോൾ പറയുന്നത് മനസ്സിലാവാതിരിക്കുന്നു. ചിലപ്പോൾ അനുമോൾ ഈ ചെറിയ കാര്യങ്ങൾ പറയേണ്ടത് അനുമോൾ ഇങ്ങനെ വളച്ച് കൊണ്ടുവരും. അത് അനുമോൾ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അനുമോൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പറയാനുള്ള ഭയമാണ്. അതാണ് അവിടെ അനീഷിന് മനസ്സിലായിട്ടില്ല. അനീഷാണെങ്കിൽ ഒരു കാര്യം 10 പ്രാവശ്യം പറയുന്നില്ല. അനീഷിന് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഒരിത്തിരി നേരം സമയം പിടിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അനീഷിന് കൃത്യമായിട്ട് അനുമോൾ എന്താണ് പറഞ്ഞു വരുന്നത്
എന്താണെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനീഷ് പെട്ടെന്ന് മനസ്സിലായെങ്കിൽ പറഞ്ഞേനെ. പെട്ടെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായില്ല. പക്ഷേ പിന്നെ ഷാനവാസിന് മനസ്സിലായി അത് ക്യാപ്റ്റൻസിൻ്റെ കാര്യമായിരിക്കുന്നു. നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്തായിരിക്കും പറയുന്നത്. പക്ഷേ അത് ക്ലിയറായിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയറായിട്ട് പറയാൻ കഴിയാഞ്ഞതിൻ്റെ കാര്യം ലാലേട്ടനെ പേടിയാണ്. ഇനി അത് പറഞ്ഞാൽ കുഴപ്പമാവുമോ, ഇത് പറഞ്ഞാൽ കുഴപ്പമാവുമോ, ഇനി ഇനി എന്നെ എടുത്തിട്ട് അലക്കുവോ, റോസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും മനസ്സിൽ. അതേപോലെ ഈ ടാസ്കിൻ്റെ കാര്യം പറഞ്ഞ് സാരി ഉടുത്തിട്ട് വന്നേ. അപ്പോഴും അനുമോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി, ഞാൻ സാരി ഉടുത്തിരുന്നായിരുന്നു ലാലേട്ട, പിന്നെ ഊരണ്ടാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അത് റെഡ് ബാൾ കാരണമാണ് സാരി ഉടുത്തുകൊണ്ട് വന്നതെന്ന് പറയുന്നത് തെറ്റാണ്. ആദ്യമേ അനുമോൾ സാരി ഉടുത്തതായിരുന്നു. അത് കഴിഞ്ഞാൽ ടാസ്ക് വന്നതും ടാസ്ക് ലെറ്റർ വായിച്ചതും എന്ത് ടാസ്ക് ആണെന്നൊക്കെ അറിഞ്ഞതും പിന്നെ അനുമോൾ സാരി ഉടുക്കാൻ പോയില്ല. എനിക്ക് തോന്നിയ കാര്യം അത് കൊളാബ് ചെയ്ത സാരി. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൊളാബ് കിട്ടിയ വല്ലതും ആയിരിക്കും. അപ്പോൾ അവരോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കൊളാബിലൊരു ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ ആ ഡ്രസ്സ് ഇത്ര മണിക്കൂറെങ്കിലും നേരെ ഇടണ്ടേ, ഒരു ദിവസം മിനിമം ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അതായിരിക്കാം കാര്യം, മേ ബി അതുകൊണ്ടായിരിക്കും അത് ഊരാതിരുന്നത്. പക്ഷേ ആ കളിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അനുമോൾക്ക്. അല്ലെങ്കിൽ ആ സാരി ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കും ലാസ്റ്റ് ചെയ്ത പോലെ സാരി മടക്കി ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇല്ല മാങ്ങയൊക്കെ തോട്ടിയിൽ നമ്മൾ മാങ്ങ പറിച്ചിടുമ്പോൾ ആൾക്കാർ ചാക്കുകൊണ്ട് പിടിക്കുമല്ലോ, സെയിം അതുപോലെ അങ്ങ് പിടിച്ചാലും മതിയായിരുന്നു അനുമോൾക്ക്. പക്ഷേ അത് പിന്നീടാണ് അതിൻ്റെ ബുദ്ധി കിട്ടിയത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇന്ന് പിന്നെ വേറെ എന്താണ് കോടതി കാര്യങ്ങൾ, പിന്നെ ആദില മോഷ്ടിച്ചില്ല എന്ന് പറഞ്ഞ് പിന്നെ മോഷ്ടിച്ചെന്ന് പറഞ്ഞ്, പിന്നെ ഈ ആര്യനൊക്കെ എന്താണ് ഓവർ ആക്ടിങ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊന്നും ലാലേട്ടന് ഒരു പ്രശ്നവുമില്ല. അതെനിക്ക് നിവിൻ പിന്നെ അതുപോലെ തന്നെ ഈ അക്ബറൊക്കെ എന്താണ് അനീഷ് സുപ്രഭാതം പറഞ്ഞാൽ അക്ബറിന് എന്താണ് പ്രശ്നം? അനീഷ് ഇഷ്ടമുള്ളത് പറയും, സുപ്രഭാതം പറഞ്ഞു. അയാൾ ആരെടുത്ത് സുപ്രഭാതം നിങ്ങൾ ഇനി നാളത്തൊരു സുപ്രഭാതം പറയണമെന്ന് അയാൾ ഒരാളെടുത്തും പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ സുപ്രഭാതം പറയുന്നു. ഈ സുപ്രഭാതം പുറത്തേക്ക് ആൾക്കാരെല്ലാം കേൾക്കുന്നു. വൈഫ് വന്നപ്പോഴും ഉമ്മ വന്നപ്പോഴും പറഞ്ഞു കാണും അക്ബറിനോട്. അക്ബറിന് അതങ്ങ് സഹിക്കാൻ പോയി, ഇവൻ്റെ സുപ്രഭാതം എന്ന് കേൾക്കുന്നത്. പിന്നെ ഈ അക്ബറിൻ്റെ വായിലെ അളിഞ്ഞ വാക്കാണോ കേൾക്കേണ്ടത്, കക്കൂസ് വർത്തമാനമാണോ കേൾക്കേണ്ടത്? അക്ബർ എന്താണ് സംസാരിക്കുന്നത്? അക്ബറിൻ്റെ വായിൽ മിക്കവാറും എല്ലാം വെറും വൃത്തികെട്ട ചീഞ്ഞ വാക്കുകളാണ് വരുന്നത്. കക്കൂസ് മറ്റേത് മറിച്ചത് അങ്ങനെയുള്ള വെറും ചീഞ്ഞ വർത്തമാനമാണ് വരുന്നത്. അത് കേൾക്കുന്നതിലും ഭേദം രാവിലെ സുപ്രഭാതം കേൾക്കുന്നത് തന്നെ. ഒരു 10 പ്രാവശ്യം കേട്ടാലും നമുക്ക് സമാധാനമുണ്ട്. ചീഞ്ഞ വാക്ക് കേൾക്കണ്ടല്ലോ. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് അതാണ് അക്ബറിനുള്ള മറുപടി. അനീഷിൻ്റെ സുപ്രഭാതമാണ് മിക്കവാറും പ്രേക്ഷകർക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും ഇഷ്ടം, അല്ലാതെ അക്ബറിൻ്റെ കക്കൂസ് വർത്തമാനമല്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ അയാളുടെ ഇഷ്ടമുള്ളതൊക്കെ പറയാം. ഇപ്പം പിന്നെ ഈ ഒരു 70 ദിവസം ആയപ്പോൾ തൊട്ട് നൂറ ഗുഡ് മോർണിംഗ് രാവിലെ വന്ന് പറയുന്നുണ്ടല്ലോ. അതുവരെ നൂറാക്ക് ഗുഡ് മോർണിംഗ് പറയണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് കേൾക്കുന്നുണ്ടല്ലോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരുന്നു അതിൽ ചിലപ്പോൾ ആദ്യം ഗുഡ് മോർണിംഗ് ആയിരിക്കും പറഞ്ഞത്. പിന്നീട് അയാൾ ആലോചിച്ച് വേണ്ട എന്തിനാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്, രാവിലെ സുപ്രഭാതം പറയും. അപ്പോൾ അയാൾ സുപ്രഭാതം പറഞ്ഞു എത്രയോ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നു അയാളുടെ സുപ്രഭാതം. അപ്പോൾ അത് ഇപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. അക്ബറിനെ സംബന്ധിച്ച് അക്ബറിന് കണ്ടന്റ് ഇല്ലല്ലോ. അനീഷിൻ്റെയോ ആരുടെയെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയാൽ അതിലെ പിടിച്ച് തൂങ്ങുക, അത്രയേ ഉള്ളൂ അക്ബറിൻ്റെ ഗെയിം. അക്ബറൊക്കെ എന്ത് ഗെയിമാണ് കളിക്കുന്നത് അതെനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവർ ബിഗ് ബോസിൻ്റെ ഒരു അജണ്ടയുണ്ട്. ആര്യൻ, അക്ബർ, നിവിൻ ഇവരെയൊക്കെ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുകയാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടേ ബിഗ് ബോസും ലാലേട്ടനും ഇവരുടെ അണിയറ പ്രവർത്തകർ എത്ര ശ്രമിച്ചിട്ടും ജനങ്ങളിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. ജനങ്ങൾക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ജനങ്ങൾ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ടോപ്പ് 3 എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അനീഷ്, അനുമോള, ഷാനവാസ്. ഈ 3 പേരെ ഒഴിച്ച് ഒരാളും ടോപ്പ് 3യിലേക്ക് എത്തത്തില്ല. എത്ര ശ്രമിച്ചാലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ 3 പേർക്ക് ഇനി നെഗറ്റീവ് അധികം വരാനുള്ള, കാരണം അനുമോൾക്ക് വരാനുള്ള എല്ലാ നെഗറ്റീവും വന്നു. പിന്നെ അനീഷിനെയും നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റുന്ന നെഗറ്റീവല്ല അവർ മാക്സിമം ഉണ്ടാക്കുന്നുണ്ട്. അനീഷ് എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഡേ ഔട്ട് എങ്ങനെ കളിക്കുന്നു അങ്ങനെ തന്നെ 75ാമത്തെ ദിവസം 76ാമത്തെ ദിവസം അങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അയാൾക്ക് ഇനി എന്ത് നെഗറ്റീവ് വരാനാണ്? അയാളുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തേനെക്കാട്ട് അയാൾ ഒരുപാട് ബെറ്ററായി. ഷാനവാസും അതുപോലെ തന്നെയാണ്.